ഇത് പൂരോത്സവത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇതേപോലെ പൂരോത്സവം? ഞങ്ങൾ കണ്ണൂരുകാർ കൂടുതലും ആഘോഷിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പൂരോത്സവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മഹാദേവനില്ലേ ശിവൻ, കോപാകുലനായ ശിവൻ്റെ മൂന്നാം കണ്ണിൽ ഭസ്മമായി പോയ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതീദേവിയോട് വിഷ്ണു ഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ട കഥയാണ് ഈ ഒരു പൂരോത്സവത്തിൻ്റെ പിന്നിൽ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പൂക്കൾ മാത്രമായിരിക്കും അർപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മണ്ണുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ കിണർ മണ്ണുകൊണ്ട് കാമൻ്റെ രൂപം ഉണ്ടാക്കി അതും കുറച്ച് ദിവസം ആ ഒരു 3 എണ്ണം വെച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ പൂജ ചെയ്യും. അപ്പോൾ ഇന്നായിരുന്നു ഈ ഒരു പൂരോത്സവത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചടങ്ങുകൾ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത്തരം ചടങ്ങുകളോ ഇത്തരം ആഘോഷങ്ങളോ ഉത്സവങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് പറയണേ.